വാഷിംഗ്ടണിൽ ബോംബിടാൻ നെതന്യാഹു. വാഷിംഗ്ടണും ടെല്ലവീവും യുദ്ധമുനയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള സമാധാന കരാർ തകർക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരുക്കൾ നീക്കുന്നതായിട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. അതായത് വാഷിംഗ്ടണും ടെല്ലവീവും തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭിന്നതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. അതായത് മിത്രങ്ങൾ ശത്രുക്കളാകും. ഹോർമൂസ് കടലിടുക്ക് തുറന്നപ്പോൾ സംഭവിക്കുന്നത് വാഷിംഗ്ടണിൽ ബോംബിടാൻ തയ്യാറെടുക്കുന്ന നെതന്യാഹുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. യുദ്ധമുനമ്പിൽ നേർക്കുനേർ പോരാടുന്ന വാഷിംഗ്ടണും ടെല്ലവീവിനെയും നമുക്ക് കാണാൻ കഴിയുന്നു. വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളി നേരിടുന്ന നെതന്യാഹു സ്വന്തം അധികാരം നിലനിർത്താൻ ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കുമെന്നാണ് US രഹസ്യാന്വേഷണ വിഭാഗം ട്രംപിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ അത് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന ഭീതിയാണ് ടെല്ലവീവിനെ പ്രകോപിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ടും സമാധാനം പൂർണ്ണതോതിൽ എത്തുന്നില്ല എന്നതാണ് വസ്തുത. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് ഇറാനുമായിട്ടുള്ള നിർണായക കരാറിൽ ട്രംപ് ഒപ്പുവെച്ചത്. യുറേനിയം സമ്പുഷ്ടീകരണം, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ ബന്ധപ്പെട്ട് മുൻപ് സ്വീകരിച്ചിരുന്ന കർശന നിലപാടുകളിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ട്രംപ് ഇറാന് മുന്നിൽ സമാധാന ഹസ്തം നീട്ടിയത് പോലും. ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിനൊപ്പം തന്നെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകൊടുക്കുവാനും പുനർനിർമ്മാണത്തിനായിട്ട് 30,000 കോടി ഡോളറിന്റെ നിധി അനുവദിക്കുവാനും കരാറിൽ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പകരം ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഉറപ്പ് മാത്രമാണ് ഇറാൻ നൽകേണ്ടത്.